എനിക്ക് ഒരു ദിവസത്തെ ശമ്പളം 200. ഈ 3 എണ്ണത്തിന് ഞാൻ നോക്കിക്കൊണ്ട് പോണം. കൈ വഴിയല്ലേ സാറേ, ഞാൻ 3 എണ്ണത്തിന് ഇട്ടിട്ട് പോയ എന്റെ ജീവിതം എന്റെ കുഞ്ഞുങ്ങൾക്കില്ലേ. 90,000 രൂപയുടെ ഇഞ്ചക്ഷൻ 10 എണ്ണം എടുക്കണം. എന്നെയും കൊണ്ട് യാതൊരു നിവൃത്തിയില്ല. ഞാൻ അല്പത്തിലും ചെയ്യാൻ ഇനി ഒക്കത്തുള്ളൂ. എനിക്കെന്ത് പറയണമെന്ന് എനിക്ക് അറിയത്തില്ല സാറേ. ഞാൻ എന്താ വേണം, എനിക്ക് എന്ത് ചെയ്യാൻ അറിയാമേ. എത്ര വയസ്സായി തനിക്ക്? 16. ഓക്കെ ഓക്കെ. ഇയാൾക്ക് എന്താ പറ്റിയത്? ക്യാൻസറാ. ഇതാണ് രണ്ടാമത്തെ ആളല്ലേ? ആ ബുദ്ധിമുട്ടാ. ഞങ്ങൾ റേഷൻ അരി എല്ലാവരും മേടിച്ച് തന്ന് ഞങ്ങൾ കഴിഞ്ഞു പോവുക. ഒരു ദിവസത്തെ ഒരു ഇഞ്ചക്ഷൻ എടുക്കുന്ന 50,000 രൂപ വെച്ച് 5 ലക്ഷം രൂപയ്ക്ക് എടുത്തിട്ട് പിന്നെ 90,000 രൂപയുടെ ഇഞ്ചക്ഷൻ 10 എണ്ണം എടുക്കണം. എന്നെയും കൊണ്ട് യാതൊരു നിവൃത്തിയില്ല. ഞാൻ അല്പത്തിലും ചെയ്യാൻ ഇനി ഒക്കത്തുള്ളൂ. ഈ വീടും സ്ഥലവും കടവായി. എനിക്ക് നിവൃത്തിയില്ല. എനിക്ക് എന്റെ കുഞ്ഞിന്റെ കൈക്ക് തളർന്ന് കിടക്കുന്നു, ഈ കാല് തളർന്ന് കിടക്കുന്നു. ഞാനുണ്ട് തൻ്റെ ഒപ്പം കേട്ടോ. എനിക്ക് എന്നാ പറയാ, എൻ്റെ ഒരു അനിയൻ കിടക്കുന്ന കാണുമ്പോൾ എനിക്ക് സങ്കടമാണ്, സത്യമായിട്ട് സങ്കടമാണ്. ഓരോ വീടുകളിൽ ചെല്ലുമ്പോൾ ഇതുപോലെ ഓരോ കാഴ്ചകൾ കാണുമ്പോൾ നെഞ്ച് ഉരുകുവാണ്. മനസ്സിൽ കരയണമെന്നുണ്ട്, പക്ഷെ കരയാൻ പറ്റില്ല. അച്ഛനായത് എന്നാ പറ്റി? മേല അല്ലേ? മൂത്ത മോന് മേല കിടക്കുവാണ്. രണ്ടാമത്തെ ആളും തളർന്ന് കിടക്കുവാണ്. ഈ അച്ഛനാണ് ഈ മേല. ഈ അവസ്ഥയൊക്കെ ജീവിക്കുന്ന കുടുംബത്തെ കാണാതിരിക്കാൻ നമുക്ക് എങ്ങനെ പറ്റും? എനിക്ക് ഒരു ദിവസത്തെ ശമ്പളം 200. ഈ 3 എണ്ണത്തിന് ഞാൻ നോക്കിക്കൊണ്ട് പോണം. കടന്നകത്തി വീടെടുക്കുവോ, എന്റെ കുഞ്ഞിനെ നോക്കുവോ എന്നുള്ളൊരവസ്ഥയിൽ ഞാൻ കിടന്ന് നെട്ടോട്ട് ഓടുക. എന്നെ കൈ വഴിയല്ലേ സാറേ. അമ്മയുടെ അവസ്ഥ കാണുമ്പോൾ നിങ്ങൾ കുറേ പേര്, അതായത് കുറേ ആൾക്കാർ എന്നെ പരിഹസിക്കുന്നതായിട്ട് ഞാൻ അറിയുന്നുണ്ട്. ഈ പരിഹസിക്കുന്നവർക്ക് ഇവിടെ വന്ന് ഇതുപോലെ ഒരു കാര്യം ചെയ്യാൻ പറ്റുമോ? നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ദിവസം പോയ കൊച്ചുമക്കളുടെ കാര്യം അറിയാം. അവർ മണ്ണിൽ പൊതയെന്ന് കാണുമ്പോൾ എങ്ങനെ നമുക്ക് വീട് പണിത് കൊടുക്കാതിരിക്കാൻ പറ്റും? അങ്ങനെ 4 വീടുകളോളം ഇപ്പം പണിതുകൊണ്ടിരിക്കുകയാണ്. 30ഓളം വീടുകൾ പണിത് കഴിഞ്ഞു. അച്ചായനങ്ങ് പൊക്കോട്ടെ. ആരെയും വിമർശിക്കുന്നുമില്ല, പരിഹസിക്കുന്നുമില്ല. ഞാൻ എൻ്റെ വഴിയെ പൊക്കോട്ടെ. കുറേ പാവങ്ങളെ തേടി ഞാനും പൊക്കോട്ടെ. വളരെ നന്ദി. എന്റെ കുഞ്ഞുങ്ങൾക്ക് എനിക്ക് കഞ്ഞി വെച്ച് കൊടുക്കാം സാറേ. എനിക്ക് നന്ദി. ഞാൻ ആദ്യമായിട്ട് ഒരു സ്ഥലത്ത് ഇത് കിട്ടിയത് ഭയങ്കര സന്തോഷമായെന്ന് ആദ്യമായിട്ടാണ് ഞാൻ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ കേൾക്കുന്നത്. ഭയങ്കര സന്തോഷമായി ഇപ്പൊ എനിക്ക്. നാളെ തൊട്ട് നല്ല രീതിയിൽ നിങ്ങളാകാരം കഴിക്കാൻ എനിക്ക് വലിയ സന്തോഷമായിരിക്കും. എന്റെ കൈ വഴിയല്ലേ സാറേ, ഞാൻ 3 എണ്ണത്തിന് ഇട്ടിട്ട് പോയ എന്റെ ജീവിതം എന്റെ കുഞ്ഞുങ്ങൾക്കില്ലേ സാറേ. ഞാൻ ഉണ്ടെങ്കിലേ വെക്കും. എന്റെ കൈ വഴിയല്ലേ സാറേ. ഇത് നല്ലൊരു ഫണ്ടുണ്ട് ചേച്ചി. ഇത് വെച്ച് എല്ലാ കാര്യങ്ങളും നടത്തുക. മോന്റെ കാര്യങ്ങളും ട്രീറ്റ്മെന്റും നടത്തുക. ഇനി കരയാൻ പാടില്ല. കുറെ കാലത്തെങ്കിലും എനിക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്തു വരാനേ പറ്റുള്ളൂ. പിന്നെ ദൈവം ഉണ്ടല്ലോ അമ്മച്ചി, എല്ലാം കാണുന്നുണ്ട് അല്ലേ? ഓക്കെ. ഇങ്ങനെയുള്ള കുടുംബങ്ങൾ നമുക്ക് ഇനിയും ചെല്ലണം, ഇനിയും ചെയ്യണം. ആരൊക്കെ കുറ്റം പറഞ്ഞാലും നമ്മൾ ചെയ്തിരിക്കും. ആരൊക്കെ തടഞ്ഞാലും വെല്ലുവിളിയായിട്ട് ഞാൻ മുന്നോട്ട് പോകും. ആർക്കും എന്നെ തടയാൻ പറ്റില്ല. തടയണമെങ്കിൽ എൻ്റെ ദൈവത്തിന് മാത്രമേ എന്നെ തടയാൻ പറ്റുള്ളൂ. ഓക്കെ. ഇനി അടുത്ത വിശേഷങ്ങളുമായിട്ട് വരുന്നവരെ ബൈ ബൈ. അച്ചായസ് കോൾഡ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ടോണി വർദ്ധിച്ചത്.